അയ്യപ്പനും കോശിയും എന്ന സിനിമയിലൂടെ നഞ്ചിയമ്മയുടെ ശബ്ദത്തിൽ പുറം ലോകം അറിഞ്ഞ പാട്ടിന്റെ ചുവടുപിടിച്ച് ഇരുള നൃത്തം അവതരിപ്പിച്ച കുട്ടികൾ. ഇടുക്കി മുതലക്കോടം സേക്രഡ് ഹാർട്ട് സ്കൂളിലെ കുട്ടികളാണ് വേദി 3-ൽ ഇരുള നൃത്തം അവതരിപ്പിച്ചത്. നീലഗിരി മലയിടുക്കുകളിൽ ജീവിച്ചു വരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ഇരുളർ. അവരുടെ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമാണ് ഇരുള നൃത്തം. പെറെ, ദവിൽ, ജാൽറ എന്നീ തനതായ വാദ്യോപകരണങ്ങളാണ് അവർ ഇതിനായി ഉപയോഗിക്കുന്നത്. തനിമയൊട്ടും ചോർന്നു പോകാതെ തനതായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കലയോട് ഏറെ ആദരവോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇരുള നൃത്തം. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ചലച്ചിത്രകാരൻ സച്ചിയുടെ തൂലികയിലാണ് അയ്യപ്പനും കോശി എന്ന സിനിമയിൽ നഞ്ചിയമ്മ പാടിയതിന് ശേഷമാണ് ഇതുപോലുള്ള ഗാനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അവസരം നൽകുകയും കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലാമേളയിലാണ് ഇരുള നൃത്തം ഒരു ഇനമായി അവതരിപ്പിക്കുകയും അതിൽ കഴിഞ്ഞ വർഷം തന്നെ എ ഗ്രേഡ് നേടിയ ഇടുക്കി തൊഴുപുഴ മുതലക്കൊടലുമള അല്ലയോ? കഴിഞ്ഞ വർഷം ഞാൻ വേറെ സ്കൂളിലായിരുന്നു. അവിടെ നിന്നും വീണ്ടും രണ്ടാമത്തെ വർഷമാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അമ്ന, നയന, നന്ദന, ആദില, സാലിഹ, അഗ്നയ സെന്തിൽ, ബാസിമ നജീബ്, അനുശ്രീ സുമേഷ്, ആദിയ മുജീബ്, ഹന ഫാത്തിമ, ജോസിൻ മേരിസൺ. ഇതിൽ ഏത് സ്കൂളാണ് പരിചയപ്പെടുത്തുന്നത്? സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ മുതലക്കോടം, ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഈ ഗാനം നഞ്ചിയമ്മ പാടിയതിന് ശേഷമാണ് ഇത്രയധികം ജനകീയ. അതെ 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 നിങ്ങൾ കഴിഞ്ഞ വർഷം വന്നിരുന്നല്ലോ? തീർച്ചയായിട്ടും വന്നിരുന്നു. കഴിഞ്ഞ വർഷം വന്നിരുന്നു. നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മികച്ച പ്രകടനം തന്നെ കുട്ടികളെ കാഴ്ചവെച്ചു. സ്കൂളാണ് സേക്രഡ് ഹാർട്ട് മുതലക്കോടം. മറ്റ് ഇനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. തമിഴ് റെസിഡേഷൻ ഇതിനകത്ത് സിംഗിൾ ഈവൻസിന് പങ്കെടുക്കുന്നവരുള്ളത്. ഗ്രൂപ്പ് ഈവൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. സിംഗിൾ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ നാടോടിനൃത്തം ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മലയോര മേഖല എന്ന് പറയുന്നത് രചനാ മത്സരങ്ങളായിരുന്നു. ബാക്കിയുള്ള ഇൻഡിവിജ്വൽ മത്സരങ്ങളിലൊക്കെയാണ് ഇടുക്കി തൊടുപുഴ മുതലക്കോടല്ലേ ടീച്ചർ? സേക്രഡ് ഹാർട്ടിലെ ഗേൾസ് ഹൈസ്കൂളിലെ ചുണക്കുട്ടികൾ ഈ ഇരുള നൃത്തം അവതരിപ്പിച്ചത്. മറ്റ് നീലഗിരി മലകളിനോടൊപ്പം തന്നെ ഇടുക്കിയും അല്ലയോ? അതെ, ഇടുക്കിയും ഒരു ട്രൈബൽ മേഖല തന്നെയാണ്, ഹൈ റേഞ്ചുള്ള മേഖലയാണ്. കഴിഞ്ഞ വർഷത്തെ വിജയം വീണ്ടും ആവർത്തിക്കുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് വേദി 3-ൽ നിന്നും ഇരുള നൃത്തം അവതരിപ്പിച്ചവർ ഇടുക്കിയിലേക്ക് തിരിച്ചു പോകുന്നത്. കലോത്സവ വേദിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, തൃശ്ശൂർ.